السلام عليكم ورحمة الله تعالى وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. اللهم لك الحمد ولك الشكر ولك الملك وإليك نسعى ونحفظ. اللهم إنا نحمدك ونستعينك يا رب العالمين. لك الحمد ولك الشكر حتى تحب وترضى حمدا يوافي نعمك ويكافي مزيده يا رب العالمين. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് നാഥനായ റബ്ബ് തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇഅ്തികാഫിന്റെ നിയ്യത്തിനെ കബൂലാക്കട്ടെ. പരിശുദ്ധ റമളാൻ ശരീഫിലേക്കുള്ള വളരെ ശക്തമായ ഒരു പ്രയാണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും നമ്മുടെ റമളാനിനോടും റമളാൻ നമ്മളോടും അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക നിർവൃതിയുടെ സുന്ദരതരമായ ഈ നിമിഷത്തിൽ സത്യത്തിൽ റമളാനിനെ പ്രതീക്ഷിച്ച് നിൽക്കൽ പോലും റമളാനിൽ ആയതിനെ പോലെയാണ്. ചില ആൾക്കാർക്ക് ഹജ്ജിന്റെ ഒക്കെ കൂലി അങ്ങനെ കിട്ടാറുണ്ട്. നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ ആ മുൻതദിറായ മനുഷ്യൻ അവൻ നിസ്കാരത്തിൽ ആയവനെ പോലെയാണ്. അതുപോലെ റമളാന് വരുന്നതിന്റെ മുമ്പ് തന്നെ റമളാനിൽ ആയവരെ പോലെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. വന്നല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അത് വന്നിട്ടില്ല, പക്ഷേ മാനസികമായിട്ട് ഒരു നനച്ചുകുളിയും ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞു. മാനസികം, ഗാർഹികം മാത്രമല്ല നനച്ചുകുളി എത്താത്ത ഒരു റൂമാണ് സാധാരണ കൽബ്, അല്ലേ? ബാക്കി എല്ലാ ബ്യൂട്ടിഫിക്കേഷനും നമ്മൾ പൂർത്തിയാക്കും. കൽബാണ് കഥാപാത്രം. അതുകൊണ്ട് ആന്തരിക ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത്. എപ്പോഴും വിട പറഞ്ഞു പോകാനുള്ള ഒരു ഒരുക്കം പോലെ കൽബിനെ പാകപ്പെടുത്തുക. अपने मौत से कोई बशर नहीं. पूरे संसार में, पूरे दुनिया में, एक जहां में जिंदगी गुजारने वाले कोई लोग भी अपने मौत के बारे आगाह नहीं है. ആരും ഹോഷിയാറല്ല. തന്റെ മുമ്പിലേക്ക് വരാനുള്ള മരണത്തെ പറ്റി ആരും ബോധവാനല്ല. അതുകൊണ്ട് സാമാൻ ഹേ സൗ ബറസ് കാ. സൗ ബറസ്, ദ ബറസ് എന്ന് ഉറുദുവിലും ഹിന്ദിയിലൊക്കെ പറയും. നമ്മൾ മലയാളത്തിൽ അതിന് വർഷം എന്ന് പറയും. ബർസാത്ത് എന്ന് പറയാറുണ്ട് ഉറുദുക്കാര്. വർഷക്കാലത്തിന്, നല്ല മഴക്കാലത്തിന് ബർസാത്ത്. നമ്മളെ മലപ്പുറത്തെ പഴയ ഉമ്മ പറയാറുണ്ട് ബരസം പറഞ്ഞു, ബർസാത്ത്. അപ്പൊ ബറസ് എന്ന് പറഞ്ഞാൽ വർഷം. സാമാന് ഹേ സൗ ബറസ് കാ പൽകി ഖബർ നഹി. സൗ ബറസ് ശതാബ്ദം. അബ്ദം എന്ന് പറഞ്ഞാൽ കൊല്ലം, ആണ്ട്. ശതം 100 അല്ലെ? സൗ ബറസ്, ഒരു സെഞ്ചുറി തികക്കാൻ, 100 കൊല്ലം ജീവിച്ച് തീർക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ അവന്റെ മുമ്പിലുണ്ട്. അവൻ ഈട്ടിക്കൂട്ടിയിട്ടുണ്ട്, അവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ബൽകി ഖബർ നഹി, ലേക്കിൻ ഏക് ലഹ്സ കി ഖബർ നഹി ഹൈ. ഏക് ലഹ്സ, ഒരു നിമിഷത്തെ പറ്റിയിട്ടുള്ള ബോധം പോലും അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. പൽ ലഹ്സ, അല്ലേ? ഒരു സെക്കൻഡ് അള്ളാഹു നമ്മളുടെ ഡേറ്റ് നമ്മളെ കയ്യിൽ തന്നിട്ടില്ല. സാമാൻ ഹേ സൗ ബറസ് കാ സാമാൻ ഹമാരെ സാമനെ ഹൈ. हम इकट्ठा किए हैं, हम जमा किए हैं. हमारे जिंदगी में इतनी बड़ी निशानों के साथ हम जिंदगी गुजारने के वक्त में हम कमाते हैं, खलीजो मालो दौलत के पीछे हटते हैं, कुछते हैं, दुश्मनानी को पालते पोसते हैं. जब ईसाई और यहूदी लोग अपनी दावत के मजाल में कुछते हैं तो हम मुसलमान, अपनी दावत के मजाल में कुछते हैं तो हम मुसलमान खलीजो मालो दौलत के पीछे हटते हैं. तो सोचना, ഏതൊരു മനുഷ്യനും അപ്പം ചിന്തിക്കണം, പഠിച്ചോനെ പൽക്കി ഖബർ, ഒരു നിമിഷത്തെ പറ്റി എനിക്ക് നീ ഗ്യാരണ്ടി തന്നിട്ടില്ലല്ലോ റബ്ബേ. അപ്പോൾ ഉള്ള ജീവിതം ബർക്കത്തുള്ളതാക്കുക. ബർക്കത്ത്, ജീവിതത്തിന്റെ ബർക്കത്താണ് അത്രേ മരണത്തിന്റെ ബർക്കത്ത്. ജീവിതം എങ്ങനെയാണ് ഐശ്വര്യദായകമാകുന്നത്, അതുപോലെയാണ് മരണം, അന്ത്യം ഐശ്വര്യദായകമാകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്,
اللهم بارك لنا فيما أعطيت നീ നൽകിയ എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനേ. നൽകിയതിൽ മുഴുവൻ ബർക്കത്ത് കിട്ടുക. ആയുസ്സിലെ ബർക്കത്ത്, ആരോഗ്യത്തിലെ ബർക്കത്ത്, പാർപ്പിടത്തിലെ ബർക്കത്ത്, ആ പാർപ്പിടത്തിലേക്ക് വന്ന് കേറിയ നല്ല പാതിയാകുന്ന നമ്മുടെ പെണ്ണിന്റെ ബർക്കത്ത്, എല്ലാം ഐശ്വര്യമാണ്. ഐശ്വര്യം, ആ ഐശ്വര്യത്തെയാണ് അല്ലാഹുവിന്റെ റസൂൽ തേടിയത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതീത്. നീ നൽകിയ എല്ലാത്തിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ നാഥാ. നമ്മൾ ഇപ്പോഴും റമദാൻ വരുന്നതിന്റെ 2 മാസം മുമ്പ് തുടങ്ങിയ ദുആൻ ഇപ്പോഴും അത് അനവരതം നമ്മൾ തുടർത്തി പോരുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ 2 മാസങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് തേടിയതും ബർക്കത്തിനെ പറ്റിയാണ്. എന്താ ഈ ബർക്കത്ത്? മക്കളിൽ ബർക്കത്ത്, സ്വത്തിൽ ബർക്കത്ത്, ആരോഗ്യത്തിൽ ബർക്കത്ത്, അംവാലിൽ ബർക്കത്ത്, ആയുസ്സിൽ ബർക്കത്ത്, എല്ലാത്തിലും നമ്മൾ അല്ലാഹുവിനോട് ബർക്കത്തിനെ തേടുകയാണ്. അപ്പൊ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് പറഞ്ഞ ദുആക്ക് പഠിച്ചോനെ ഇങ്ങനെ എല്ലാത്തിലുള്ള ബർക്കത്ത് ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും തരണേ എന്നാണ് നമ്മൾ പറഞ്ഞത് എന്ന് വരെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ വളരെ പോരിശയുള്ള പ്രവാചക ശ്രേഷ്ഠനാണ്. ആ പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഇങ്ങനെയാണ്: ഖുൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുവേ, ഞാൻ എവിടെ ചെന്ന് ഇറങ്ങുകയാണെങ്കിലും അത് മുബാറക്കായ സ്ഥലമാകണേ റബ്ബേ. ഇന്ന് യാത്ര പോകുന്ന ആൾക്കാർക്ക് ഈ ദിക്ർ, ഈ ഖുർആനിക സൂക്തം ഒരു ദിക്ർ പോലെ ചൊല്ലല് വളരെ പുണ്യമുണ്ട് എന്നാണ്. അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കൂല. നിങ്ങൾക്ക് ആ യാത്രയിലെ ദുർഘടമായ ക്ലേശനിർഭരമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുന്നതാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൂഫാൻ പ്രളയത്തിന്റെ ശേഷം അത് നങ്കൂരമിട്ടു. ഏത്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഫീന, ഷിപ്പ് എവിടെയാണ്? അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു അല്ലേ? അപ്പൊ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് പിന്നെ ആ തൂഫാൻ, ആ പ്രളയത്തിലെ ജലധാരകൾ മുഴുവൻ താഴേക്ക് പോകുന്നതിനനുസരിച്ച് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ താഴ്ന്നു വരുന്നു. ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ഒരു പ്രവാചകൻ കാലുകുത്തുന്നു. അതിൽ പിന്നെയും തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ വിശാലമായി അർത്ഥം വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ലോകത്തെ എല്ലാ പർവ്വതങ്ങളും മേനി നടിച്ചിട്ട് അഹന്ത പ്രകടിപ്പിച്ചപ്പോ ജൂദി എന്ന പർവ്വതം മാത്രം പറഞ്ഞു, ഞാൻ റബ്ബിന്റെ സൃഷ്ടിയാണ്, എന്നെ പഠിച്ചതിന്റെ റബ്ബല്ലേ, അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കാനില്ല. പിന്നെ ഉഹദ് പർവ്വതം, അങ്ങനെ ലോകത്തെ എണ്ണപ്പെട്ട ചില പർവ്വതങ്ങൾ, തുരിസീന പർവ്വതം ഒക്കെ ചരിത്രത്തിൽ കാണാം. ആ പർവ്വതങ്ങളാണ് ഞങ്ങൾ അഹങ്കരിക്കാനില്ല, മേനി അഴകി തന്നതും മേനിക്ക് ആകാര വടിവ് തന്നതും ഒക്കെ റബ്ബ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ശരീരത്തിന്റെ വലിപ്പത്തരത്തിലൊന്നും അഹങ്കരിച്ചിട്ടതിൽ കാര്യമില്ല എന്ന് ഈ കൊച്ചു കൊച്ചു ഈ പർവ്വതങ്ങൾ, ന്യൂനപക്ഷങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹു അവർക്കൊക്കെ ഓഫർ കൊടുത്തു എന്നാണ്. ഈ പർവ്വതങ്ങൾക്കൊക്കെ ചരിത്രത്തിൽ ശ്രേഷ്ഠത കിട്ടിയിട്ടുണ്ട്. ഉഹദ് പർവ്വതത്തെ റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ജബലു യുഹിബ്ബുനി വ ഉഹിബ്ബുഹു. ഉഹദ് മലയെ കാണിച്ചു കൊടുത്തിട്ട് മദീനത്തെന്ന് പുണ്യ നബി പറഞ്ഞത്, ആ പർവ്വതം ഏതാണ് എന്ന് നിങ്ങൾക്കറിയോ? അത് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അതിനെ തിരിച്ചും സ്നേഹിച്ചു. തുരിസീന പർവ്വതത്തിന്റെ മുകളിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചാരം നടത്തിയിട്ട് തൗറാത്ത് ഏറ്റുവാങ്ങാൻ കടന്നുപോയത്. ജൂദി പർവ്വതത്തിന്റെ മുകളിലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ ഇറങ്ങിയിട്ട് നങ്കൂരമിട എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിന് നങ്കൂരിട്ടതിന് പറ്റില്ല. ഈ പ്രയോഗം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അവിടെയാണ് ഒരു പ്രവാചകന്റെ കാല് പിന്നെ ഒരു പ്രളയാനന്തരം ആദ്യമായിട്ട് കാല് കുത്തുന്നത് അവിടെയാണ്. അപ്പൊ അല്ലാഹു തആല മുബാറക്കായ സ്ഥലത്ത് എന്നെ നീ ഇറക്കറപ്പേ. അപ്പൊ ആ ഇറങ്ങുന്നതിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സേഫ്റ്റി ഉണ്ടാവുക. പിന്നെ ആ ഇറക്കത്തിന്റെ ശേഷമുള്ള ഒരു തലമുറയാണല്ലോ ഇപ്പൊ ഇരിക്കണ നമ്മളൊക്കെ അല്ലേ? അതുവരെ സത്യവിശ്വാസികൾ അല്ലാത്തവർ മുഴുവൻ നാമാവശേഷമായി. അതിനുശേഷം ആ കപ്പലിലുണ്ടായിരുന്നവരുടെ ബാക്കി ജനറേഷനാണല്ലോ ഈ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ. അപ്പൊ അത് മുബാറക്കാവുക എന്നുള്ളതിന് ആന്തരാർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അത് ആത്മജ്ഞാനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകേണ്ട കാര്യമാണ്.
ഈസ നബി ദുആ ചെയ്തത് മുബാറക് ബറക്കത്തിന്റെ ഒരു ദുആയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും പടച്ചോനെ എന്റെ സാന്നിധ്യം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ഈസാ നബിയുടെ ചരിത്രത്തിൽ മുഴുവൻ അത് കണ്ടിട്ടുണ്ട്. ഈസ നബി എവിടെയാണെങ്കിലും അവിടെ ബറക്കത്തിന്റെ ഒരു അനുരണനം കടന്നു കണ്ടിട്ടുണ്ട്. ബറക്കത്തിന്റെ ബഹിസ്ഫുരണം ഈസ നബിയുടെ സാന്നിധ്യം അറിയിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ ചരിത്രം പുളകം കൊള്ളിച്ചിട്ട് പ്രകടമാക്കി തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നതോ വബാരിക് ലീ ഫീമാ അഅതൈത്, നമ്മൾ ഖുനൂത്തിൽ ദുആർക്കൂലേ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ അഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅതൈത്, നൽകിയതിൽ മുഴുവൻ നീ ബറക്കത്ത് കൂടി നൽകണേ തമ്പുരാനേ എന്ന് ദുആ ചെയ്യാം. അതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിനാ വശറാബിനാ വഅസ്വാജിനാ വഔലാദിനാ വമനാസിലിനാ വമറാകിബിനാ വഈശിനാ വമഈശതിനാ വഹറകാതിനാ വസകനാതിനാ വയഖ്ലതിനാ വമനാമിനാ. അല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വഅബ്സാരിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജംഇയാതിനാ വമുനظമാതിനാ അബദൻ മാ അബ്ഖൈതനാ യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, നീ ഞങ്ങളെ ഇവിടെ ബാക്കിയാക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് എല്ലാത്തിനും ബർക്കത്ത് തരണേ. ഞങ്ങളെ സമഇല്, ഞങ്ങളെ ബസറില്, ഞങ്ങളെ ഫുആദില്, ഞങ്ങളെ മക്കളില്, ഞങ്ങളെ സഹധർമ്മിണിമാരില്, ഞങ്ങളുടെ വാഹനത്തില്, ഞങ്ങളുടെ പാർപ്പിടത്തില്, ഞങ്ങളുടെ ഉറക്കില്, ഞങ്ങളുടെ ഉണർച്ചയില്, ഞങ്ങളുടെ ചലനങ്ങളിൽ, ഞങ്ങളുടെ നിശ്ചലതകളിൽ, ഞങ്ങളുടെ വ്യായാമങ്ങളിൽ, ഞങ്ങളുടെ വ്യവഹാരങ്ങളിൽ, ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ, ഞങ്ങളുടെ തൊഴിലുകളിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ ബറക്കത്ത് റബ്ബെങ്ങാനും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രൗഢമായി ധന്യമായി എന്നാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ബറക്കത്ത് കിട്ടാനുള്ള പോംവഴി മുസ്തഫ നബി തങ്ങൾ പറഞ്ഞെന്താണ്? മൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹു ബൂരിക ഫീഹി. അള്ളാഹു നമുക്ക് കണക്കാക്കി തന്ന ഒരു വിധിയില് അല്ലെങ്കിൽ ഒരു വിഹിതത്തില്, ഒരു ഓഹരിയില്, മൻ റളിയ, അയാൾ സംതൃപ്തനാണോ, സംതൃപ്തൻ ആണോ, ബൂരിക ലഹു ഫീഹി, അള്ളാഹു ഇനി അതിൽ അവന് ബർക്കത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. അല്ലേ? നമ്മളൊക്കെ ഓരോ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൊഫഷനൊക്കെ വ്യത്യസ്തമാണ്. അതൊക്കെ ബർക്കത്തുള്ളതാവാനുള്ള ഹേതുകം പോംവഴി എന്താണ്? മൻ റളിയ ബിമാ ഖസം. അത് അല്ലാഹ് നമുക്ക് ഖിസ്മത്ത്, അള്ളാഹിന്റെ ഖിസ്മത്താണ്. അള്ളാഹു ഓഹരി വെച്ച് വിഹിതം വെച്ച് തന്നതാണ്. അതുകൊണ്ട് ചില ആൾക്കാരെ ചില ജോലിയിൽ നിന്ന് വേറെ ചില ജോലിയിലേക്ക് മാറ്റും. അത് അള്ളാഹു നൽകിയ ഓഹരിയാണ്. മൻ റളിയ, അത് ഹലാലാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിനാണ് അവന്റെ ബറക്കത്ത്. അല്ലാഹു അവന് ബറക്കത്ത് നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. ചില ആളുകൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വിജയം വരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർക്ക് അല്ലാഹു തആല പുരോഗതി കൊടുക്കുന്നു. അവർക്ക് കൈ നീട്ടേണ്ട ഗതികേട് വരാതെ ഐശ്വര്യത്തോടുകൂടെ അവർ ജീവിക്കുകയാണ്. അത് ബൂരിക ലഹു ഫീഹി, അത് റിദൻ നഫ്സ്, സ്വന്തം അല്ലാഹ് കണക്കാക്കി തന്നതിനുള്ള സംതൃപ്തിയുടെ മനസ്സുകൊണ്ട് ഉണ്ടായ ഐശ്വര്യമാണ്. നമ്മൾ പരാതിപ്പെട്ടി തുറക്കാതിരിക്കുക. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ വിധി ഇങ്ങനെയാണ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടില്ല. ഈ താരതമ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക. നമ്മുടെ റബ്ബ് തന്നെയാണ് അവരുടെ റബ്ബ്. ആ റബ്ബിനോട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കിട്ടാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് വീട്ടിലും ആയുസ്സിലും, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ റിസ്ക് ഒരു മനുഷ്യന്റെ ഒരു പ്രധാന ഒരു എസെൻഷ്യൽ നീഡല്ലേ. വസ്ത്രം റിസ്ക്കാണ്, വാഹനം റിസ്ക്കാണ്, ശ്വസിക്കുന്ന വായു റിസ്ക്കാണ്, കുടിക്കുന്ന പാനം ചെയ്യുന്ന പാനീയം റിസ്ക്കാണ്, ഭുജിക്കുന്ന ഭോജ്യം റിസ്ക്കാണ്. ഇതൊക്കെ റിസ്ക്കാണ്. ഈ റിസ്ക്കിൽ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടണോ, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടണോ, നബി തങ്ങൾ പറഞ്ഞു മൻ സർറഹു, നിങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടാകണോ, അയ്യമുദ്ദല്ലാഹു ഫീ ഉംരിഹി, നിങ്ങളുടെ ഉംറിൽ, നിങ്ങളുടെ ആയുസ്സിൽ അല്ലാഹു നിങ്ങൾക്ക് കുറച്ച് വിശാലത തരാൻ, വയുബാരിക ലഹു ഫീ റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ ബർക്കത്ത് കിട്ടണം എന്നും താല്പര്യമുണ്ടോ നിങ്ങൾക്ക്, അവൻ ചെയ്യേണ്ടത് അവന്റെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്.
അവന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ ചേർക്കലുമാണ്. കുറേ ദ്വാരന്ന് കുത്തിർക്കലല്ല, കുറെ ദിക്റ് ചൊല്ലലല്ല. എന്താണ് നിങ്ങൾക്ക് റിസ്ക്കിലും ആയുസ്സിലും ബർക്കത്ത് കിട്ടാനുള്ള പൊമ്പടി? മാതാപിതാക്കളുടെ പൊരുത്തവും നിങ്ങൾ വാങ്ങലാണ്. അവരെ ആവശ്യങ്ങൾ അവർ പറയാതെ നിവർത്തിച്ചു കൊടുക്കലാണ്. അവരെ ആദരിക്കലാണ്. അവരുടെ ഇഷ്ടം നിങ്ങൾ സമ്പാദിക്കലാണ്. മാതാവിൻ്റെ പിതാവിൻ്റെ ഒന്നും ഇഷ്ടം അവർ ചിലപ്പം പ്രായമായി കഴിഞ്ഞാൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കൂല, പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ അസാന്നിധ്യത്തിലൊക്കെ എൻ്റെ മോന് പഠിച്ചോളെ, എൻ്റെ മോന് അത് ചെയ്തെന്ന് ഇത് ചെയ്തെന്ന്, എൻ്റെ മോള് റബ്ബേ ഉള്ള സമയം കൊണ്ട് അവൾ അതാണ് പിരിശം. ആ ഒരു ഇഷ്ടം ഉണ്ടാക്കിയിടുക ഉമ്മാൻ്റെ അടുത്തും ഉപ്പാൻ്റെ അടുത്തും. അത് മതി. നിങ്ങളുടെ ആയുസ്സിലും നിങ്ങളുടെ റിസ്ക്കിലും അള്ളാഹു പിന്നെ ഫത്ഹ് ചെയ്ത് തരുന്നൊക്കെ റബ്ബല്ലേ, ഫത്താഹ് അവനല്ലേ, മഫാത്തിഹുൽ ഗുയൂബ് അവന്റെ കയ്യിലല്ലേ എല്ലാത്തിൻ്റെ കീഴുള്ളത്. ആ കീഴുള്ള റബ്ബിന് നമുക്കതൊന്ന് തുറന്നു തരാൻ വലിയ പണിയുണ്ടോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ ചില വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കണം എന്നേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ റബ്ബ് തുറന്നു തരും. അപ്പോൾ നമ്മളെ മാതാപിതാക്കളോട് ഗുണം ചെയ്യുക, നമ്മളെ കുടുംബക്കാരെയൊക്കെ നമ്മൾ പരിഗണിക്കുക. റമളാൻ വരികയാണ്. ഇതിനൊക്കെയാണ് അള്ളാഹു ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, വളരെ പ്രാധാന്യം കൊടുക്കും. നമ്മൾ വ്യക്തിബന്ധങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങൾക്ക്, നമ്മുടെ ശാലീന പ്രകൃതിക്കൊക്കെയാണ് അള്ളാഹു വലിയ പുരോഗതി മനുഷ്യന് തരുന്നത്. അത് ദുനിയാവിൽ എന്ന് മാത്രമല്ല, ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മുസ്തഫ നബിയോട് ഒരാൾ വന്നാണ്ട് ചോദിച്ചില്ല, ഒരു സ്വഹാബി, നബിയെ അങ്ങയുടെ 1,24,000 പരം വരുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണിച്ചു തരുമോ നബിയെ? എന്തിനാണ് സഹോദര? എനിക്ക് അയാളെ ഫോളോ ചെയ്യാനാണ് റസൂലേ. പിന്നെ ഞാൻ എടുക്കണ പണിയൊക്കെ അയാൾ എടുക്കണ പണി ഞാൻ എടുത്താൽ മതിയല്ലോ. അയാൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാളല്ലേ, അയാൾ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്താൽ മതിയല്ലോ എന്ന് മുസ്തഫ നബിയോട് ഒരു സഹാബി വന്നിട്ട് വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ ചോദിച്ചപ്പോ പരിശുദ്ധ നബി കൊടുത്ത മറുപടി എന്താണ്? ഇന്നാലിന്റെ ഒരാളാണ് എന്ന് പറഞ്ഞാണ്ട് ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കാതെ നിബിധങ്ങൾ പറഞ്ഞു, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ. ഇപ്പൊ ജനങ്ങള് ജാതി വർഗ മത ജാതി ഭേദമന്യേ എല്ലാ ആൾക്കാരും ഒരുപോലെ ഒരാളോട് ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ മനുഷ്യനുള്ളത് കൊണ്ടാണ്. അതെന്താണ്? അത് അദ്ദേഹം താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്താലൊന്നും ജനങ്ങൾ സ്ഥിരമായിട്ട് ഇഷ്ടപ്പെടില്ല. ജനങ്ങൾ സ്ഥിരമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ സ്വാർത്ഥതയില്ലാത്ത ആളാകണം, നിസ്വാർത്ഥൻ. അയാൾ ആവശ്യത്തിനല്ല അയാൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തത്, സ്നേഹം ഒരു പ്രത്യേക മാനദണ്ഡം വെച്ചിട്ടല്ല കൊടുക്കുന്നത്. അയാൾ മനുഷ്യപ്പറ്റുള്ള ആളാണ്. എല്ലാവരോടും പരിഗണന അർഹിക്കുന്നവരോട് മുഴുവൻ സ്നേഹം കൊടുക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു കൃത്യം തന്നെ അതാണെങ്കിൽ അത് ജനങ്ങളിലുള്ള ഒരു പോപ്പുലാരിറ്റിയാണ്. അത് അള്ളാഹു അംഗീകരിച്ചതിന്റെ തെളിവാണ് എന്ന് ഈ വന്നു കയറിയ സഹാബിയോട് പുണ്യനബി കൊടുത്ത മറുപടിയല്ലേ, ആ ഹബീബിനല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു അതൊക്കെ ഉണ്ടാക്കി തരും. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് എല്ലാവരും കൺവിൻസ് ചെയ്യിപ്പിക്കുക. അത്യാവശ്യമൊക്കെ ഏജിൽ ഞാൻ എത്തിയില്ലേ, എത്രയേ കാലം വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഈ ദുനിയാവൊക്കെ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യണത്? സർവീസ് ചെയ്യണം. കുറച്ച് മനുഷ്യന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത് മരിക്കണം, കുറച്ച് ദീനിൻ്റെ ദഅവത്ത് ചെയ്ത് മരിക്കണം, കുറച്ച് അവിടെ എന്തെങ്കിലും ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ചെയ്യണം. അത് ഫിസിക്കലി ആകാം, എക്കണോമിക്കലി ആകാം, മെൻ്റലി ആവാം, ഫൈനാൻഷ്യലി ആവാം. അതൊക്കെ നമ്മളെ ചോയ്സാണ്. എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ മലക്കുകൾ മാർക്കിടുന്ന പ്രവൃത്തിയാണ്. അങ്ങനെയാണ് അത്ര മനുഷ്യൻ ഉന്നതനാകുന്നത്. മനുഷ്യൻ ഉന്നതനാകുന്നത് അവൻ്റെ ഔന്നത്യം. അപ്പൊ അവൻ്റെ എല്ലാ വഴികളിലും അള്ളാഹു ബർക്കത്ത് കൊടുക്കാൻ. ഇതാണ് ദീനിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സൗന്ദര്യം. ഇതാണ് അള്ളാഹു ആ ഒരു സൗന്ദര്യത്തോടുകൂടെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതിനുള്ള കാരണം അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തിലൂടെ ദുനിയാവിൽ ഉണ്ടാക്കി തീർക്കട്ടെ. അതിനുള്ള വഴികളൊക്കെ റബ്ബ് തആല നമുക്ക് തുറന്നു തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വീണ്ടും കുറേ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ ഫ്രസ്ട്രേഷന് പോകുമല്ലോ. നമുക്ക് അഹങ്കാരങ്ങളെയൊക്കെ, അതുപോലെ ദേഷ്യങ്ങളെ, ഉച്ചനീചത്വങ്ങളെ, അസാൻമാർഗികതകളെ, മറ്റോരോ ആളുകളോടുള്ള വിദ്വേഷങ്ങളെ, വെറുപ്പുകളെ, അതിനൊക്കെ ഒന്ന് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇനി നമ്മളെ കൽബിലേക്ക് പുതിയ പുതിയ കുറച്ച് മൂല്യങ്ങളെ കൊണ്ടുവരാം. ഒന്ന് ഖുർആൻ കുറച്ച് ഓതുക, അതൊരു
ഒരു വെളിച്ചമായി മാറും. ഞാൻ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നല്ല രീതിയിൽ ഇടപെടുക. ഞാൻ മരിച്ചാൽ എന്നെപ്പറ്റി നല്ലൊരു മനുഷ്യനെ ഇനി ആൾക്കാർ പറയണം. അത് വെറുതെ പറയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ആരെയും വെറുപ്പിക്കാതെ ജീവിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുക്കുക. അതിനുള്ള നല്ലൊരു അവസരം റബ്ബ് നമ്മളെ മുന്നിൽ തരികയാണ്. അതാണ് അത്ര റമദാന്. അപ്പൊ റമദാനിന് എല്ലാവർക്കും കൊടുക്കുക, ദാനം കൊടുക്കാൻ കഴിയുന്നിടത്തോളം കൊടുക്കുക. കോരിയ കിണറിൽ പിന്നെ പറ്റൂല, അതിൽ ഉറവ പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അല്ലാഹു ബൂരിക ലഹു ഫീഹി, ആ കൊടുത്തോന് ബർക്കത്തിന്റെ പ്രവാഹം തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടുകാരനെ പോലെ ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇടക്കിടക്ക് റിയാസ് ഖാന്റെ കാര്യം പറയാറുണ്ട്. ഇപ്പോൾ നമ്മളിടയിൽ ജീവിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ഇസ്ലാമിലേക്ക് സ്വന്തം അഭിപ്രായ പ്രകാരം കടന്നു വന്നൊരു മനുഷ്യനാണ് പ്രിയപ്പെട്ട റിയാസ് ഖാൻ. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷമുള്ള പേരാണല്ലോ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം അദ്ദേഹം ഒരു കുലീനമായ തറവാട്ടിലും ഒരു വരേണ്യ കുടുംബത്തിലും ജനിച്ച് ജീവിച്ച് വളർന്ന് ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇനി കുടുംബക്കാർ തമ്മിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ച് അതൊക്കെ അവരിലേക്ക് തന്നെ ഇട്ടേച്ച് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കയ്യും വീശി ശൂന്യമായ കൈകളുമായിട്ട് നമ്മളെ കൂട്ടത്തേക്ക് വന്ന ആളാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏട്ടന്മാർ നമ്മളാണ്, അദ്ദേഹത്തിൻ്റെ മാമന്മാർ നമ്മളാണ്, അദ്ദേഹത്തിൻ്റെ അനിയന്മാർ നമ്മളാണ്, അദ്ദേഹത്തിൻ്റെ സിബ്ലിങ്സ് മൊത്തം നമ്മളാണ്. ഈ ഒരു ഏറ്റെടുപ്പ് ഞാനിപ്പോൾ 2 കൊല്ലത്തിൻ്റെ മേലെ ആയത് പറയണേ. ഈ റമദാനോട് കൂടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ട നല്ല മനസ്സിൻ്റെ ഉടമകളായ വളാഞ്ചേരിയിലെ കുറച്ച് ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് കൂടി അതിൻ്റെ യോഗവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ലാൻഡ്, അദ്ദേഹത്തിന് ഒരു കൊച്ചു വീട്, അദ്ദേഹം ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, അഥവാ ഇസ്ലാമിന് ശേഷം അദ്ദേഹം വിവാഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹം കുറച്ച് പ്രായാധിക്യം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു പ്രിയപ്പെട്ട അഹിലുകാരൻ, അവർ മുഅല്ലഫത്തുൽ ഖുലൂബ് അല്ലേ സക്കാത്തിൻ്റെ അവകാശികളെ ഖുർആൻ എണ്ണി പറഞ്ഞതിൽ നിങ്ങളുടെ ദീനിക്ക് കയറി വന്ന ആള്, നമ്മളൊരു കുട്ടിനെ നമ്മൾ ഗൾഫിക്ക് പറഞ്ഞേക്കാണ്, അവൻ്റെ ഡോക്യുമെൻറ്റ്സേ അവൻ്റെ കയ്യിലുള്ളൂ. ആ കുട്ടീനെ ചേർത്ത് പഠിക്കണ ആരാണ്? അവിടെയുള്ള ഉറ്റവര് ഉടയവര് ബന്ധുക്കൾ. UAE പോയാൽ കാണാം നമുക്ക് ആരാ റൂം കൊടുത്തത്, ആരാ സ്പേസ് കൊടുത്തത്, ആരാ ഫുഡ് കൊടുത്തത്. കാരണം ഇവൻ അപരിചിതനാണ് എന്ന് ആ ആതിഥേയർക്കറിയാം. ആ അപരിചിതത്വം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ അഹിലുകാരായ ഉമ്മാൻ്റെയും മക്കളായിട്ട് ആ തറവാട്ടിൽ തന്നെ വളർന്നവരാണ്. ഈ മനുഷ്യൻ വേറൊരു തറവാട്ടിൽ നിന്ന് മറ്റൊരു തറവാട്ടിലേക്ക് കയറി വന്ന ആളാണ്. നമ്മൾ ആതിഥേയരാണ്. ഇസ്ലാമിന് നല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അല്ലേ? ഇങ്ങനെയൊന്നും കഴിയാതെ നമ്മളാണ് മരിച്ചു പോയാൽ എന്താപ്പം നമ്മളൊക്കെ അവസ്ഥ? അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ ഒരു ഇരിക്കക്കൂരക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ഭൂമി കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ പിന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളായ മൈക്രോ ഫിനാൻസിങ്ങിലൂടെ ഇപ്പോൾ പിന്നെ 1000-10,000 ഒക്കെ ഓരോരുത്തരായിട്ട് നുള്ളിപ്പൊറുക്കി തന്നിട്ട് വീട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നല്ല മനുഷ്യന്മാർ ഈ വളാഞ്ചേരിയിൽ ഉള്ളിടത്തോളം കാലം അത് നടക്കാതിരിക്കൂല. അപ്പം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇപ്പം അദ്ദേഹത്തിന് ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പരിസരത്തൊരു ഹോട്ടലിലാണ് വർഷങ്ങളായിട്ട്. അപ്പം ആ ജോലി പാരമ്പര്യമുള്ള ഒരു ജോലിയാണ്. അത് അദ്ദേഹത്തിന് മാറിയിരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിൻ്റെ മഹീഷത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന അന്തസ്സോടെ അദ്ദേഹം ജീവിച്ചുകൊണ്ട് അപ്പോൾ ഒരു കിടക്കപ്പായ, ഒരു കിടക്കക്കൂര, ഒരു ഇരിക്കസ്ഥലം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എല്ലാവരുടെയും ഒരു സജീവ ശ്രദ്ധ ഉണ്ടാകണം. അങ്ങനെ ലാൻഡ് എവിടെയെങ്കിലുമൊക്കെ നല്ല മനസ്സുള്ള ആജിയന്മാരും മറ്റു ഉമ്മാരൊക്കെ ഉണ്ടാവും. അപ്പം ഇന്നലെ ഞാൻ പരിപാടിക്ക് പോയ സ്ഥലത്ത് ആ പള്ളിക്ക് വേണ്ടി ഒരു പള്ളിൻ്റെ ഉദ്ഘാടന വാർഷിക പരിപാടിയാണ്. ആ പള്ളിക്ക് ഭൂമി കൊടുത്ത ഒരു അജുമത്താത്തയാണ്. ആ പള്ളിയിൽ 30 ലക്ഷം, ആ ഭൂമിയിൽ 30 ലക്ഷത്തിൻ്റെ പള്ളി ഉണ്ടാക്കാൻ മുഴുവൻ ഫണ്ടും കൊടുത്തത് ഒരു റിട്ടയർഡ് ടീച്ചറാണ്. ആ ടീച്ചർക്ക് മക്കളില്ല. അപ്പോൾ ആ ടീച്ചർ തൻ്റെ PF ഫണ്ട് മുഴുവൻ എടുത്തു വെച്ച ആ പൈസ 30 ലക്ഷം അങ്ങനെയാണ് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാണ് ഇതിൻ്റെ നീയത്താണ്, പള്ളിക്ക് ഭൂമി കൊടുക്കണം എന്നുള്ള നീയത്താണ്. 4 ദിവസം മുമ്പ് ഞാൻ നേപ്പാളിലെ ഒരു മദ്രസൻ്റെ വാർഷിക പരിപാടി കഴിഞ്ഞാണ്ട് പിന്നെ കേരളത്തിൽ നിന്ന് വന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് നാടന്മാരായ മുസ്ലിങ്ങൾ എന്നെ ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വക്കീൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ 10 സെൻറ്റ് ഭൂമി കാണിച്ചു തന്നിട്ട് പറയാണ്, ഇത് ഞാൻ അള്ളാഹിൻ്റെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിയ്യത്താക്കിയതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പള്ളിക്കൊരു സംവിധാനം ഉണ്ടാക്കണം. ഇത് കേട്ടപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ഒരു ചോപ്പ് കൂട്ടിട്ട് വേറൊരു കാരണവർ വന്നാണ്ട് പറയാണ്, എന്താ നിങ്ങൾ ചർച്ച ചെയ്യണേ? അപ്പോൾ പള്ളിക്ക് വക്കീൽ സാഹിബ് സ്ഥലം തരാൻ നേരിട്ടിട്ടുണ്ട്, അപ്പോൾ പള്ളിക്ക് ഞാൻ ആരെങ്കിലും കണ്ടെത്തണം. ഇത് കേട്ട ഉടനെ ആ മറ്റേ കാരണവർ കണ്ട് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, 15 സെൻറ്റ് എൻ്റെ ഭൂമി അവിടെ ഉണ്ട്, ഞാൻ 1 കൊല്ലം മുമ്പ് എൻ്റെ മക്കളോട് പറഞ്ഞ് നീയത്താക്കിയതാണ്, അവിടെ പള്ളി എടുക്കാൻ പറ്റുള്ളൂ, എൻ്റെ നീയത്താണ്. ലാസ്റ്റ് തർക്കമായി അല്ലേ? നമ്മൾ ഇന്നൊന്ന് ആലോചിച്ച് നോക്ക്, സെൻറ്റിനും സ്ക്വയർ ഫീറ്റിനും വില പറയുന്ന ഈ കേരളീയ സാഹചര്യത്തിൽ
അള്ളാഹിന്റെ പള്ളിക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി രണ്ട് കാരണന്മാർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുക. ഞാനത് വീഡിയോ എടുത്തു. കാരണം ഇതൊരു ആശ്ചര്യജനകമായ വൃത്താന്തല്ലേ. ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമ്മളെ കയ്യിൽ ഒരു കോൺക്രീറ്റ് എവിഡന്റ് വേണ്ടേ? അപ്പൊ പള്ളിക്ക് ഇങ്ങനെ സ്ഥലം നോക്കി എന്ന് ഖത്തറിലെ ഒരു സുഹൃത്ത് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. പള്ളിക്ക് സ്ഥലം നോക്കിയപ്പോഴുള്ള സ്ഥിതി അത്. രണ്ട് കാരണന്മാർ തമ്മിൽ തർക്ക വിതർക്കത്തിൽ ഏർപ്പെടുക. എന്താ? ആപ്പസ് മേ ജഗട ലഡായി. എന്തിനാണ്? മേൻ ദൂങ്ക. അപ്പൊ അടുത്താണ് മേൻ ദൂങ്ക, ഞാൻ കൊടുക്കും എന്ന തർക്കമാണ്. അത്രമേൽ പഠിച്ചവനോട് കടപ്പാടുള്ള വളരെ ദരിദ്രരായ ആൾക്കാർ, അവരൊന്നും അവരെ കാര്യമല്ലേ പറയണത്. പിന്നെ ഞങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും വേണം. അപ്പം അതേപോലെ ഒരു മുഅല്ലഫത്തുൽ ഖുലൂബായ മനുഷ്യൻ നമ്മളെ മുമ്പിലുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നിന്ന് 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ കമ്മിറ്റീനെ ബന്ധപ്പെട്ട ഒരു പള്ളി കമ്മിറ്റിൻ്റെ ആൾക്കാരാണ്. അവരെ ഒരു ഓണംകേറ മൂലയിലാണ്, എറണാകുളം ജില്ല എന്ന് പറഞ്ഞിട്ട് അറിയില്ല, കുറച്ച് ഉള്ളേരിയയിലാണ്. അപ്പോൾ അവിടെ വളരെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത മുസ്ലിങ്ങൾ, ചെറിയ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കുറച്ച് വീടുകളൊക്കെ ഉള്ള, അപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു മദ്രസ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ സാമ്പത്തികമായിട്ട് കുറച്ച് കഷ്ടപ്പാടിലാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാനും ബന്ധപ്പെട്ട ഭാരവാഹികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പുറത്തുനിന്ന് ഇന്ന് നടക്കുന്ന ആ ബക്കറ്റ് പിരിവ് അതിലേക്കുള്ളതാണ്. അവർ നമ്മളെ ഉമ്മത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ കഴിയണം. അതിന് ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ ഫണ്ടില്ല. അവർ വളരെ ഒരു എന്താ പറയുക, വിഷമാവസ്ഥ പിടിച്ചൊരു ഗ്രാമമാണ്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ആ ഒരു നീയത്തിലേക്ക് റമളാന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ പാലച്ചോടുള്ള ഒരു സഹോദരൻ ഇന്ന് ആക്സിഡന്റ് ആയി മരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഷംസുക്ക. പ്രിയപ്പെട്ട അള്ളാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവേ നീ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ തമ്പുരാൻ. പഠിച്ചോനെ നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. റമളാൻ വരുന്നതിൻ്റെ മുമ്പ് മാനസികമായിട്ട് നിനക്ക് വേണ്ടി ഒരുങ്ങാൻ ഈ ഇരുത്തം നീ ഒരു കാരണമാക്കി തരണേ റബ്ബേ. ആഖിബത്ത് നന്നായി നിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ ഈ കൂടൽ നീ ഒരു സബബാക്കി തരണേ തമ്പുരാനെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.